തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട സിപിഐഎമ്മും സിപിഐയും എൽഡിഎഫിൽ സിപിഐഎമ്മും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. എലത്തൂരിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള എൻസിപിയിലെ കലഹവും സീറ്റ് വിഭജനത്തിൽ ആർജെഡിയിലെ ഒരു വിഭാഗത്തിന്റെ അതൃപ്തിയുമാണ് എൽഡിഎഫിലെ കല്ലുകടി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സിപിഐയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 4 മന്ത്രിമാരും സിറ്റിംഗ് മണ്ഡലങ്ങളിൽ വീണ്ടും മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വിവാദമുണ്ടായ നാട്ടികയിൽ ഗീതാ ഗോപി തന്നെ സ്ഥാനാർത്ഥി. ഇ.ടി. ടൈസൺ പറവൂരിലേക്ക് മാറിയപ്പോൾ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് കയ്പമംഗലത്ത് മത്സരിക്കും. 5 വനിതാ സ്ഥാനാർത്ഥികളും സിപിഐ പട്ടികയിലുണ്ട്. നാട്ടിക സഖാവ് ഗീതാ ഗോപി, കയ്പമംഗലം സഖാവ് കെ വത്സരാജ്, കൊടുങ്ങല്ലൂർ സഖാവ് വി.ആർ. സുനിൽകുമാർ. തൊട്ടു പിന്നാലെ സിപിഐഎമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 86 സീറ്റുകളിൽ മത്സരിക്കുന്ന സിപിഐഎമ്മിന്റെ 56 എംഎൽഎമാർ മത്സരിക്കും. മുഖ്യമന്ത്രിയും 10 മന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. 7 വനിതാ സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. നിലമ്പൂരിൽ യു ഷറഫലി ഉൾപ്പെടെ 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. പാലക്കാട് ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. കൊല്ലത്ത് എം മുകേഷിന് പകരം എസ് ജയമോഹൻ മത്സരിക്കും. പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് സിപിഐഎം മത്സരിക്കുന്നത്. നിലവിലുള്ള 56 എംഎൽഎമാർ ഇത്തവണ മത്സരരംഗത്തുണ്ട്. സിപിഐഎം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരാൾ മത്സരിക്കണം എന്നാണ് PV തീരുമാനിച്ചത്. PV അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി മുമ്പ് തന്നെ തീരുമാനിച്ചു. മുന്നണിയിലെ ആദ്യ 2 പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും LDFിലെ മറ്റ് ഘടകകക്ഷികളുടെ പോരവസാനിച്ചിട്ടില്ല. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. RJD പിളർത്താനാണ് ഒരു വിഭാഗത്തിന്റെ നീക്കം. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 6 സീറ്റ് വേണമെന്ന നിലപാടിൽ ഒരു വിഭാഗം ഉറച്ചുനിന്നു. ഇവരുടെ യോഗം അടുത്തയാഴ്ച ചേരും. എലത്തൂർ സീറ്റിനെ ചൊല്ലി NCPയിൽ കലഹം തുടരുകയാണ്. തനിക്ക് മത്സരിക്കണമെന്ന നിലപാടിൽ മന്ത്രി A.K. ശശീന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണ്. കുട്ടനാട്ടിൽ തോമസ് കെ തോമസിനാണ് മുൻതൂക്കം. A.K. ശശീന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.